ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടോ. ഇത് കടച്ചക്കയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കടച്ചക്ക എന്നാ പറയുക. നമ്മളെ മരത്തുമേലൊക്കെ അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കി തരാം. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ സ്ക്വയർ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു ഇത്ര വലുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കണം കേട്ടോ. ഇത് ഏകദേശം നമ്മൾ തക്കാളിയും ഒരു 2 പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണ്, കാശ്മീരി മുളക് പൊടി അത് നമ്മൾ ആവശ്യത്തിനുള്ളത് നമുക്കിടാം. കുറച്ചിട്ടാൽ മതി, കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം പാരുക. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും വെള്ളം കുറച്ചൊഴിക്കണം. അപ്പോഴുള്ള അതിനൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിലൊക്കെ മസാല കലങ്ങും, അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടൂല. അങ്ങനെ ഒരു 3-4 വിസിലൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കടച്ചക്ക നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ലേശം കണ്ടോ വെള്ളം ഒന്നും ഇങ്ങോട്ട് അധികം ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഈ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും ഞാൻ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതായത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാവോളം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണും വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകം നല്ലൊരു ഫ്ലേവറാവും കറിക്കൊക്കെ. അപ്പോൾ ഞാൻ വറുക്കണയിൽ കൂടി അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ഒന്ന് ആയി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫാക്കുക. ഇതുപോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ആയാൽ മതി കേട്ടോ. ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരണം. അപ്പോഴേക്കും നമ്മളെ കടച്ചക്കത്തെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അരച്ചു വെച്ച ആ തേങ്ങ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് തേങ്ങ മതിട്ട്, ഒരുപാട് തേങ്ങ ആകുമ്പോൾ ഇത് മതിരിക്കും. അപ്പോൾ കുറച്ച് തേങ്ങ ഒഴിച്ചിട്ട് കുറച്ച് ഇതുപോലെ ഒരു നമ്മൾ ചിക്കൻ വരട്ടൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഇട്ടത് പറ്റുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇനി മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മളെ ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും കേട്ടോ. അതേ ചിക്കൻ കറിൻ്റെ ഒക്കെ ഒരു നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം ഈ ഫൈനലായിട്ട് ഞാൻ കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പിലയും ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളാട്ടോ നമ്മളെ കടച്ചക്കൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ മരം അധികം വീട്ടിലൊക്കെ ഉണ്ടാകും. എല്ലാവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം, നമ്മൾ ഉച്ചക്ക് ലഞ്ചുക്കും ഇതെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിയൊക്കെ അതാ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫൈനലി ഇതെല്ലാം ഒഴിച്ച് ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ചിക്കൻ കറിയുടെ അതേ ഒരു സ്മെല്ലും അതേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.